എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളാണെങ്കിൽ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ആണെങ്കിൽ കുറേ തിരക്കുകളായിരുന്നു. അതേ കാരണം എന്നും വീഡിയോസൊക്കെ ഇടണമെന്നൊക്കെ വിചാരിക്കും, പക്ഷേ അത് കുറേ കാരണങ്ങൾ കൊണ്ട് അതൊന്നും നടക്കാതിരുന്നു. എന്നിട്ടും കുറേ പേരൊക്കെ ആണെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ വീഡിയോസൊന്നും ഇടാത്തത്, നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് ഫോണിൽ നമുക്കാണെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊന്നും നേരിട്ട് അറിയുമൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും അവരൊക്കെ നമ്മളോടാണെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ യൂട്യൂബിൽ കൂടെ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ അവരെ. എന്നിട്ടും അവരാണെങ്കിൽ നമുക്ക് മെസ്സേജൊക്കെ അയച്ചിട്ട് ചോദിക്കാറ്, എന്താണെങ്കിൽ നിങ്ങൾക്ക് എന്താ മെസ്സേജ് വീഡിയോസ് ഒന്നും ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിച്ച എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. നിങ്ങളാണെങ്കിൽ ആ ഒരു സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചത്. വീഡിയോസ് കുറേ തിരക്കുകളായതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാഞ്ഞത്. നാട്ടിലൊക്കെ പോയിട്ടാണെങ്കിലും വീഡിയോസൊക്കെ ഡെയിലി ഇടണമെന്നൊക്കെ വിചാരിച്ചു, അതും നടന്നില്ല. പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണെങ്കിലും വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നതേ ഉള്ളൂ, പക്ഷേ ആണെങ്കിൽ നടക്കുന്നില്ലായിരുന്നു. ഇനിയിപ്പോൾ വീഡിയോസൊക്കെ ഡെയിലി ഇടുമെന്ന് ഞാൻ ഇപ്പോഴാണെങ്കിലും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നിരുന്നാലും പറ്റുന്ന പോലൊക്കെ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ വേറെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, ഒരുപാട് പേര് ചാനലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെയൊക്കെ വീഡിയോസൊക്കെ ആണെങ്കിലും കാണാനാണെങ്കിലും പറ്റാറില്ല. എന്നിരുന്നാലും ചിലപ്പോൾ ഒക്കെ അല്ലെങ്കിൽ ചില സമയത്ത് കിച്ചണിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്താണെങ്കിൽ വീഡിയോസ് ഓൺ ചെയ്ത് വെക്കും. കമൻ്റൊന്നും ഇടാറേ ഇല്ല ഇപ്പോൾ. പക്ഷേ വീഡിയോസൊക്കെ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ കാണാറുണ്ട്, എപ്പോഴും കാണാറില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കിച്ചണിലൊക്കെ കയറിയെന്ന് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ ആണെങ്കിൽ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാനായിരിക്കും നോക്കുന്നത്. അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്യാറില്ല, സമയം കിട്ടാറില്ല, അത് കാരണം കൊണ്ടിട്ടോ. അതെന്താണെന്നുള്ളതൊക്കെ പിന്നീട് പറയാം കേട്ടോ. കുറച്ച് പേരൊക്കെ ആണെങ്കിൽ നമ്മളെ കുറച്ച് വിരലിനാവുന്ന കുറച്ച് പേർക്കൊക്കെ ആയിരിക്കും നമ്മളെ അറിയാവുന്നത്. പിന്നെ ഷോർട്സ് വീഡിയോസൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടാണെങ്കിൽ കണ്ടിന്യൂസ് ഒക്കെ ഇടാനിങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ആണെങ്കിൽ പിന്നെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് എല്ലാവരും വിചാരിക്കുമല്ലോ എന്താ വീഡിയോസൊക്കെ ഇടാത്തതെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വീഡിയോസൊക്കെ ആണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, നാട്ടിൽ പോയ വീഡിയോസും അങ്ങനെ കുറച്ച് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും വീഡിയോസൊക്കെ ഇടാനും. പഴയതുപോലെ ആണെങ്കിൽ ആക്റ്റീവ് ആകാനും ശ്രമിക്കുന്നതായിരിക്കും. ഞാനാണെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നുമേ അറിയത്തില്ലായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞ് നമുക്കറിയാവുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു വീഡിയോസ് ഇടണം. വീഡിയോസ് ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമുക്ക് എനിക്ക് മനസ്സിലായ ഒക്കെ ആണെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇടാനൊക്കെ എങ്ങനെയാണ് വീഡിയോസ് ഇടുന്നത്, എപ്പോഴൊക്കെ ഇടണം എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ആ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേന് അതൊന്നും നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെയാണ് വിശേഷങ്ങൾ. എഞ്ചു ഉച്ച തൊട്ട് വിട്ടിരുന്നിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിൽ എഞ്ചു ഇരുന്നിട്ടാണെങ്കിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഫേസ്ബുക്ക് കോഡൊക്കെ ആണെങ്കിൽ വെട്ടി ഇതെവിടെ നിന്ന് കിട്ടിയ എഞ്ചു? പുതിയ സാധനം വാങ്ങിച്ചു. എഞ്ചു എനിക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കാർട്ടൂണൊക്കെ ഫേസ്ബുക്കൊക്കെ കിട്ടുന്ന സമയത്തുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ മാറ്റി വെക്കും എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ എഞ്ചു ആണെങ്കിൽ അതുപോലെ തന്നെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതൊക്കെ ആണെങ്കിൽ എടുത്ത് ഇത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവൾ റെഡിയാക്കിയതാട്ടോ. അത് പേപ്പറൊക്കെ ഒട്ടിച്ചു. ഈ പേപ്പർ നമ്മൾ എഴുതി പിടിക്കാൻ നിനക്ക് മേടിച്ച് എഴുതി പിടിക്കാനല്ല, നല്ല A4 സൈസ് പേപ്പറല്ലേ ഇത്, അതെല്ലാം നേരിട്ട് വെട്ടി ഒട്ടിച്ചു. പോട്ടെ, എന്നാലും ഇങ്ങനൊരു രസമില്ലേ കാണാൻ? ഇതിങ്ങനെ ഇളക്കി ഇങ്ങനെ ഡ്രോയർ തുറക്കാൻ പറ്റുന്നതാണോ? കാണിച്ച് കൊള്ളാമല്ലോ സംഭവം. അപ്പോൾ ഇങ്ങനെ 2 ഡ്രോയറൊക്കെയുള്ള തട്ടൊക്കെയുള്ള ഇത് ഓർഗനൈസർ കൊള്ളാടി സംഭവം. എഞ്ചുവിൻ്റെ ആണെങ്കിൽ പഠന സ്ഥലവും പണി സ്ഥലവും കൂടെ രണ്ടും കൂടെ തന്നെ തുറക്കുന്നു. കൊള്ളാം. ഇവിടെ ഇരുന്ന് ഉച്ചയ്ക്കിരുന്ന് ഇവിടെ എല്ലാം വെട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് പറയുകയും ചെയ്തു, ഇതെന്തുവാടി, ഇതെന്ത് സംഭവം, എന്തോ
ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഇത് ഉപയോഗിച്ചു. ഗമ്മാണോ അത്? 3D പെൻ. 3D പെന്നോ? അതെന്നാ 3D പെൻ? ഓ, ഇതില്ല, മറ്റേ ഓരോന്നൊക്കെ ഉണ്ടാക്കുന്ന സാധനം അതല്ലേ? അപ്പോൾ ഇതെന്നെ ഗമ്മ് പോലെ ആവുമോ? ഇതോ? ഇത് കരയടിയോ? 3D പെന്നാണ് ഇത് കേട്ടോ. ഗമ്മ് നേട്ടിരിക്കുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് ബട്ടർഫ്ലൈ അങ്ങനെ ഓരോന്നൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കേട്ടോ. ചൂടായിട്ടാണ്. അത് തരണ്ട വെറുതെ ഇത് ചെയ്യും, കറണ്ട് അടിക്കും. ഇത് 3D ആയിട്ട് കറണ്ട് അടിക്കുമല്ല എനിക്ക് തോന്നുന്നത്. ഇതെന്താ ഇത് സംഭവം? എന്താ വേറെ ഒരു ഇത് നീ റെഡിയാക്കി? അതേപോലെ തന്നെ ഇത് പണ്ടാണെങ്കിൽ ഇങ്ങനെ കയ്യിലിടുന്നൊരു വള പോലെ ഉണ്ട്, ഇങ്ങനെ ഇടത്തില്ലേ? ഇത് എൻ്റെ ഫിലമെന്റ്. വേണ്ട, ഇത് വെച്ചിട്ട് നീ ആണെങ്കിൽ ഒരു ബട്ടർഫ്ലൈ റെഡിയാക്കണേ കേട്ടോ. അപ്പോൾ ഇതാണ് എഞ്ചു റെഡിയാക്കിയേക്കുന്ന ഒരു ഓർഗനൈസർ. ഇത് നീ റെഡിയാക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതെല്ലാം സെറ്റായി കഴിയുമ്പോഴത്തേന് ഇതിലെന്തെങ്കിലും ഓർഗനൈസ് ചെയ്ത് കാണിക്കണം കേട്ടോ. ഈ ഒരു ഓർഗനൈസർ ആണെങ്കിൽ ഏഞ്ചൽ നേരത്തെ റെഡിയാക്കിയാണേ. ഇത് കണ്ടോ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നീ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് വീഡിയോസ് എടുക്കണം. വീഡിയോസ് എടുത്തിട്ടത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നുള്ള വീഡിയോസ് എടുക്കണമെന്ന് പറഞ്ഞാൽ. ഇത് ഈ ഒരു കളർ ഇതല്ലായിരുന്നു, ഇതുപോലെ നമ്മൾ പേസ്റ്റ് ബോർഡ് അതാണെങ്കിൽ അതിൽ പിന്നെ ഇവൾ ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ അത് ഒട്ടിച്ചേക്കുന്നതാണേ. ഇത് വളകളോ അങ്ങനെയൊക്കെ, അതുപോലെ തന്നെ ബുഷും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്നതാണ്. ഓരോരോ ആക്കിയിട്ട് നമുക്കിഷ്ടമുള്ളതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത് ഞാനാണെങ്കിൽ എന്നിട്ട് പിന്നെ പറഞ്ഞു, ഇത് ഒന്നീ പെയിൻ്റ് അടിക്കുക, അല്ലെങ്കിൽ ഇത് കമ്മൽ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ, ഒന്നിൽ പെയിൻറ്റോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് അങ്ങനെ ആക്കാം. കാരണം ഈ ഒരു ഇതിൽ ഇത് നോക്കുമ്പോൾ കണ്ടോ, അത് മാത്രമേ ഉള്ളൂ ആ ഒരു ഒറിജിനൽ കളർ വന്നേക്കുന്നത്. അല്ല വേറെ ഒരു കളറാണെങ്കിൽ ഒരു രസമായിരുന്നു. അപ്പം ഇതാണ് ഒരു ഓർഗനൈസർ. ഇത് നേരത്തെ റെഡിയാക്കിയതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അടുത്ത് എന്തോ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ എഞ്ചു? ഇവിടെ ആണെങ്കിൽ ഇവിടെ വേറെ ഡ്രോയർ വെക്കാനോ? എത്ര? 2 എണ്ണോ? ഇവിടെ ഒരു ഡ്രോയർ കൂടെ വെക്കാൻ വേണ്ടി ഇതുണ്ട്, അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ചുകൊണ്ട് തീർന്നു പോയി. ഗ്ലൂ തീർന്നോ? അപ്പം നീ ഇത് വെച്ചിട്ട് ശരിയാക്കുക. അപ്പം ഇതിങ്ങനെ നിൽക്കുമോ? ഇത് ഗ്ലൂ പോലെ തന്നെ അല്ലേ? അപ്പുറം ഇപ്പുറം ഒട്ടിക്കും. ഇത് മുടിയൊക്കെ മുറിച്ചിട്ടാണ് കേട്ടോ 2 സൈഡിൽ. ഒരു ദിവസമാണെങ്കിൽ ആദ്യത്തെ ഒരു ദിവസം പിന്നെ ആദ്യ ദിവസം അങ്ങനെ ആയിരുന്നു. എഞ്ചു ഇങ്ങനെ സ്ലൈഡ് വെച്ചിട്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും റെസ്പോൺസ് ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ ആശാട്ടി അതങ്ങ് മുറിച്ചു. പിന്നെ പപ്പായുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെ, അത് കാരണം കൊണ്ട് ഒന്നും പറഞ്ഞില്ല. കാര്യം പപ്പായ്ക്ക് ഇഷ്ടമല്ലേ മുടി മുറിച്ചിടുന്നു. റേഞ്ച് ഇരുന്നിട്ടാണെങ്കിൽ ഇത് ചെയ്യട്ടെ. ഫൈനൽ ലുക്ക് ഇപ്പം കാണാൻ പറ്റുമോ? ഇതിനി വേണമെങ്കിൽ വേറൊരു ദിവസം വേറെ ഇതുപോലെ ആണെങ്കിൽ ഓർഗനൈസർ ചെയ്യുന്ന സമയത്ത് ഫുള്ള് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതുപോലെ ആണെങ്കിൽ ഇത് വെച്ചിട്ട് ബട്ടർഫ്ലൈ റെഡിയാക്കുന്ന വീഡിയോസ് അത് ഒരെണ്ണം ചെയ്യണം കേട്ടോ എഞ്ചു. അപ്പോൾ ശരി, എന്നാൽ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒത്തിരി പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നമ്മളല്ലേ എഞ്ചു? കുറേ തിരക്കുകൾ കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും ഇടാത്തത്, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന പോലെ. അപ്പോൾ ഇനി വീഡിയോസൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.